അരിത്തമെറ്റിക് സീക്വൻസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 22, 26, 30, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? വിൽ 50 be a term of this sequence and why? Can the difference between any two terms of this sequence be 50? Justify. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. ഏതാണ് നമ്മളുടെ സീക്വൻസ്? 22, 26, 30, etc. ഓക്കെ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കാണാൻ അറിയാലോ. ഈ ടേമിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക. T2 മൈനസ് T1, T3 മൈനസ് T2 ചെയ്യാം. 26 നിന്ന് 22 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. 30യിൽ നിന്ന് 26 മൈനസ് ചെയ്താലും 4 ആണ് കിട്ടുക. സോ നമുക്ക് കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിൽ 50 ബി എ ടേം ഓഫ് ദിസ് സീക്വൻസ്? അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്? നമുക്ക് തന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എല്ലാ ടേംസും ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം 22 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാലും 26 ഡിവൈഡഡ് ബൈ 4 ചെയ്താലും 30 ഡിവൈഡഡ് ബൈ 4 ചെയ്താലും, ഇനി 50 ഒരു ടേം ആണെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 4 ചെയ്താലും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കണം. 22ൽ എത്ര 4 ഉണ്ട്? 5 4s are 20. then 22 minus 20 റിമൈൻഡർ 2. 26ൽ എത്ര 4 ഉണ്ട്? 6 4s are 24. then 6 minus 2 is also 2. 30 divided by 4 എത്ര കിട്ടും? നമുക്ക് 7 4s are 28 എന്ന് വരും. then 10 minus 8 is 2. അങ്ങനെയാണെങ്കിൽ 50 divided by 4 എത്ര വരിക? നമുക്ക് 5ൽ 4 1 time, 1 into 4 4, 5 minus 4 is 1, 0 താഴേക്ക് വന്നു, 2. 2 into 4 is 8, that is remainder is 2 അല്ലേ? 10 minus 8 remainder is 2. hence നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇവിടെ പറയാം 50 is a term എന്ന് പറയാം. ഈ ഒരു സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് പറയാം. ഇത് വേറൊരു രീതിയിൽ ചെയ്യുന്നതും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? നമുക്ക് ഇവിടെ ചോദിച്ചത് 50 ഒരു ടേം ആണോ? അപ്പം ആ ചോദിച്ച 50യെ നമ്മളുടെ ഫസ്റ്റ് ടേമിൽ നിന്നും മൈനസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50 മൈനസ് 22 ഡിവൈഡഡ് ബൈ 4. 50 മൈനസ് 22 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്ക് 7 എന്നാണ് ആൻസർ കിട്ടുക. ഇത് ഇവിടുത്തെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 50 ഈസ് എ ടേം. 50 എത്രാമത്തെ ടേം ആണ്? 7th ടേം ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ? ഇത് എഫ് മൈനസ് ഡി എന്നുള്ള നമ്മളുടെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നതാ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 7 ആണ്, 7th ടേം ആണ് 50 എന്ന് നമുക്കിവിടെ കിട്ടി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ടേംസിനെയും 4 കൊണ്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം ആണോ നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ബി 50? 50 ആകുമോ? അതായത് ഇപ്പം ഏതെങ്കിലും 2 ടേംസ് ഈ സീക്വൻസിൽ, ഇപ്പം ഇത് മാത്രമല്ല വേറെയും ടേംസ് വരാമല്ലോ, ആ ടേംസിനെ ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് അവർ തമ്മിൽ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 കിട്ടുമോ എന്നാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇവിടെ നോക്കിയേ, 22ഉം 26ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇനി ഈ 22ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 8 ആണ്. 4 8 എന്നൊക്കെ പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇപ്പോൾ ഇതിലെ നെക്സ്റ്റ് ടേം നമുക്ക് വരുന്നത് കോമൺ ഡിഫറൻസ് 4 ആയതുകൊണ്ട് 34 ആയിരിക്കും. അപ്പോൾ ഇനി 22ഉം 34ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരിക? 12 ആയിരിക്കും വരിക. 12 എന്ന് പറഞ്ഞാലും 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 ടേംസ് എടുത്തിട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 4ൻ്റെ, അതായത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഈ 50 ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ?
അല്ലല്ലോ, നമുക്ക് ഒരിക്കലും 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂല, 50 എന്ന് കിട്ടൂല. നമുക്ക് 40, 10 4s are 40 വരും, ദെൻ 44, 48, 52 അങ്ങനെയാണ് പോവുക. സോ നമുക്ക് എന്ത് പറയാം, 50 ഈസ് നോട്ട് ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ബിക്കോസ് 50 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് നമുക്ക് അവിടെ റീസൺ എഴുതിയാൽ മതിയാവും. അതാണ് ജസ്റ്റിഫൈ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, മനസ്സിലാക്കുക. വിൽ 50 ബി എ ടേം എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ സെയിം ആണോ നോക്കുകയാണ് ചെയ്യുക. ഇവിടെ ചോദിച്ചത് എന്താണ്, ഈ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിൽ ഡിഫറൻസ് ചെയ്താൽ, മൈനസ് ചെയ്താൽ 50 കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് നോക്കിയത്. അവിടെ നമുക്ക് ഇവിടെ ഓരോ ടേമുകളും തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പം തന്ന ടേം അങ്ങനെ ഡിഫറൻസ് ആയിട്ട് കിട്ടണമെങ്കിൽ അതും എന്താവണം, ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആവണം. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ലോണം മനസ്സിലാക്കിയിട്ട് ചെയ്യണം കേട്ടോ.